ഏതായാലും അത് സമാധാനപരമായിട്ട് പീസ്ഫുള്ളായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് അത് എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് അത് ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്നാണ് ഈ മീറ്റിംഗ് നമ്മൾ വിളിച്ചു ചേർത്തത്. ഈ മീറ്റിംഗിൽ രണ്ട് കൂട്ടരും പല കാര്യങ്ങൾ ഉന്നയിച്ചു. 21 പ്രീസ്റ്റ് അവിടെ പുറത്ത് അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു. ഇത് ബന്ധപ്പെട്ട് പുതിയതായിട്ട് എറണാകുളം അങ്കമാലി ആർച്ച് ഡയസിസിൽ മേജർ ആർച്ച് ബിഷപ്പുടെ വിക്കാറായിട്ട് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി അവർ ഇന്ന് എത്താൻ പറ്റില്ല. അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് കാരണം തലശ്ശേരി പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ റെപ്രസെന്റേറ്റീവായിട്ട് വിക്കാർ ജനറലാണ് ഇവിടെ മീറ്റിംഗിൽ പങ്കെടുത്തത്. സോ ചർച്ചയ്ക്ക് ശേഷം കുറച്ച് കാര്യങ്ങളിൽ ആർച്ച് ബിഷപ്പോട് തന്നെ സംസാരിക്കേണ്ടി വന്നു. ബിക്കോസ് തീരുമാനം അവിടെ നിന്ന് ഫോൺ മുഖാന്തരം സംസാരിച്ചു. സോ കുറേ ഇന്റേണൽ മാറ്റേഴ്സ് ആണ് അവർ തമ്മിലുള്ള അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഉള്ള കുറേ ഇന്റേണൽ മാറ്റേഴ്സ് ആണ് അവർക്ക് അടിയന്തരമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി തൃശ്ശൂർ വരെയാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് രാത്രി തന്നെ തിരിച്ചു വന്ന് ഈ കാര്യങ്ങൾ ആർച്ച് ബിഷപ്പ് ഫസ്റ്റ് പറഞ്ഞത് 20-ാം തീയതി മീറ്റിങ്ങിന് റെഡിയാണ്. 21 പ്രീസ്റ്റ്മാരോട് ഒരു ഫുൾ ഡിസ്കഷൻ നടത്താൻ റെഡിന്ന് ഉന്നയിച്ചു. പക്ഷേ അതുവരെ 21 പ്രീസ്റ്റോടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകാത്തത് കൊണ്ട് പ്രീസ്റ്റ് ആർച്ച് ബിഷപ്പ് ഒന്നുകൂടി ചർച്ചയെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ച് ഓക്കെ കളക്ടർ ഞാൻ 10:30 മണിക്ക് നമുക്ക് ബിഷപ്പ് ഹൗസിൽ ആ 21 പ്രീസ്റ്റോട് 1-to-1 ഒരു ഡിസ്കഷൻ നടത്തി വളരെ പോസിറ്റീവായിട്ട്, ബിക്കോസ് ഒരു ഇന്റേണൽ ചർച്ച ബന്ധപ്പെട്ട ഇന്റേണൽ മാറ്ററാണ്, വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്ത് എങ്ങനെ എല്ലാ കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അത് സോ മെനി മാറ്റേഴ്സ് ആർ ദേർ. അതെല്ലാം ഒരു രാത്രിയിൽ തീർക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു നല്ല പോസിറ്റീവ് തുടക്കമായിട്ട് ഇന്ന് 10:30 മണി മീറ്റിംഗ് കണ്ട് ഇതോടെ ഈ സമരം അവസാനിപ്പിക്കാനുള്ള മീറ്റിംഗുടെ അടിസ്ഥാനത്തിൽ സമരം ക്ലോസ് ചെയ്യാനുള്ള ഒരു ഡെസിഷനാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ളത്. ലെറ്റ് us hope that ഇന്ന് ഈ മീറ്റിംഗ് വളരെ പോസിറ്റീവായിട്ട് നടന്ന് ഒരു തുടക്കം ആയിട്ട് നടന്ന് നമ്മുടെ ലോ ആൻഡ് ഓർഡർ സർക്കാരുടെ സ്റ്റാൻഡ് തുടക്കം മുതൽ ഇതാണ്. ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമും ഇത് ബന്ധപ്പെട്ട് ജനങ്ങളെയോ സൊസൈറ്റിയോ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാകാതിരിക്കുന്നതാണ് ജില്ലാ കളക്ടർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയിലും കമ്മീഷണർ DCP എന്നുള്ള ഞങ്ങളുടെ ഒരു ക്ലിയർ സ്റ്റാൻഡ് അത് നമ്മൾ ഉറപ്പുവരുത്തും. അറ്റ് ദ സെയിം ടൈം ഈ ഫെസിലിറ്റേറ്റും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലെറ്റ് us hope for the best. അതാണ് ഞാൻ പറയാം. ഇല്ല, ഈ മീറ്റിംഗ് 10:30 മണിക്ക് ഇത് നടക്കാൻ പോകുന്നു. ആ മീറ്റിംഗ് വളരെ പോസിറ്റീവ് ആയിരിക്കണേ വിചാരിക്കും. ബിക്കോസ് ഞാൻ കുറേ നേരം നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതാണ്. 1.5 മണിക്കൂറാണ് ഈ ചർച്ച നടന്നത്. ഞാൻ 2-3 പ്രാവശ്യം 5-10 മിനിറ്റ് അവരോട് ഫോണിൽ സംസാരിച്ചു, ഇവരോടും സംസാരിച്ചു. അവസാനം അവർ തന്നെ ഫാദർ കുര്യാക്കോസിലെ ഡയറക്ടർ ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയോട് സംസാരിച്ചു. പോസിറ്റീവായിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന അതേ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഇന്ന് തീരും. അത് ബന്ധപ്പെട്ട് ചർച്ച ഒന്നും നടന്നിട്ടില്ല. അവരുടെ മെയിൻ പ്രശ്നങ്ങളുള്ളത് ഈ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് അവർക്ക് ബിഷപ്പ് ഹൗസിൽ കിട്ടിയിട്ടുള്ള അവർ പറയുന്ന അനീതി കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അത് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല. ആക്ച്വലി അവരുടെ ഒരു ഇന്റേണൽ കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഇതുകൊണ്ട് നമ്മുടെ സിറ്റിയിൽ വരാൻ പറ്റും. ബിക്കോസ് വി ആർ ഓൾ മെൻ ഓഫ് ഗാഡ്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇല്ല, അതിൻ്റെ ഒരു തുടക്കമാണ് ഈ 10:30 മണി മീറ്റിംഗ്. അതിനുവേണ്ടിയാണ് പോസിറ്റീവായിട്ട് ആർച്ച് ബിഷപ്പ് തന്നെ തിരിച്ചു വരുന്നത്. ഇല്ല, ഇത് അവരുടെ ഇന്റേണൽ മീറ്റിംഗ് ആണ്. ഓക്കെ, കുറേ നേരം വെയിറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്.